ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കാർത്തിക ലക്ഷ്മിയമ്മയുടെ മടിയിൽ കിടക്കാണ്. കാർത്തികനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയമ്മ. കാർത്തിക കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് കാർത്തികയുടെ മൊബൈൽ റിങ് അടിക്കുന്നത്. കാർത്തിക മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ദിലീപേട്ടനാണ്. അമ്മേ ദിലീപേട്ടനാ, ഫോൺ എടുക്കുമോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിലീപിന്റെ ഫോൺ കാർത്തിക എടുക്കുന്നുണ്ട്. ഹലോ ദിലീപേട്ട, ഞാൻ ദിലീപേട്ടന്റെ ഒക്കെ അവിടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ വിളിക്കാതിരുന്നത്. പിന്നെ അവിടെ വരാത്തതിനെ കാരണം ദിലീപേട്ടൻ അറിയാലോ. എനിക്കറിയാം കാർത്തികെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനട്ടാ. ദേ എന്തൊക്കെ സംഭവിച്ചാലും നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ എന്ന് ദിലീപ് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് അതിനെ ദിലീപേട്ടനെ നിർബന്ധിക്കാൻ പറ്റില്ല ദിലീപേട്ട. അങ്ങനെ ജീവൻ പണയം വെച്ചിട്ട് ദിലീപേട്ടന് എന്തിനാ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണത് എന്ന് പറയാണ് കാർത്തിക. അത് കേട്ട് ദിലീപ് ചോദിക്കണ്ടേ, അല്ല ലക്ഷ്മി അമ്മ അടുത്തുണ്ടോ? കാർത്തികയുടെ അമ്മ അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാവോ? ആ അമ്മ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഫോൺ ലക്ഷ്മി അമ്മക്ക് കൊടുക്കാണ്. ഹലോ മോനെ ദിലീപേ, ആ അമ്മേ, ഞാൻ എന്റെ തീരുമാനം കാർത്തിക അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിൽ നിന്ന് മാറില്ലെന്ന്. പക്ഷേ കാർത്തികക്ക് ഇപ്പോഴും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഉണ്ടാവാതിരിക്കും മോനെ എന്ന് പറയാണ്. അമ്മേ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു വാക്ക് തരുവാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി. ദേ അവന്റെ മരണം ഇനിയിപ്പോ നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ കാർത്തിക കഴുതി താലി കെട്ടിയിരിക്കും. പിന്നെ അവനെ ജീവനോടെ വിടത്തില്ല. എന്റെ അച്ഛനെ കൊന്നത് അവനെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ അച്ഛന്റെ ചിതക്ക് കൊടുത്ത പ്രതിജ്ഞയാണ്. പിന്നെ അതുകൊണ്ട് അമ്മ എന്തായാലും കാർത്തികനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശരി മോനെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഫോൺ വെക്കാണ്. എന്നിട്ട് കാർത്തികട്ട് പറയുന്നുണ്ട്, മോളെ ദിലീപ് രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ ഈ വിവാഹം നടത്തിയേ പറ്റൂന്നൊക്കെയാ ദിലീപ് പറയണത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അമ്മേ? അത് ശരിയാ മോളെ, മോളുടെ തീരുമാനത്തിനടുത്ത് ഞാൻ നിൽക്കും. മോൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനും മോളുടെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല മോളെ ഇനി എന്ന് പറയാണ് ലക്ഷ്മിയമ്മ. അങ്ങനെ കാർത്തികനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ വേലുവിനെയാണ് കേട്ടോ. കിരൺ വേലുവിനോട് പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ദിവസം അവനെ തപ്പിത്തടഞ്ഞ് കണ്ടുപിടിച്ചിരിക്കണം. അവൻ മിക്കവാറും ദിലീപിന്റെ ആ ഒരു വീടിന്റെ പരിസരത്തോടെയും തന്നെ കാണുമായിരിക്കും. അവിടെ ഏതെങ്കിലും കടയിലേക്കൊക്കെ ഫുഡ് മേടിച്ചിട്ടുണ്ടാവാം. കാരണം വിശപ്പ് സഹിക്കാൻ മനുഷ്യർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് വിശപ്പിന് വേണ്ടി അവൻ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മേടിക്കാനോ കഴിക്കാനോ അവിടെ എന്തെങ്കിലുമൊക്കെ ഹോട്ടലിൽ കയറാതിരിക്കില്ലല്ലോ. ആ സമയത്ത് നമുക്ക് അവനെ പിടികൂടിയിരിക്കണം. എന്തായാലും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാണില്ല. അവിടെ തന്നെ എവിടെയെങ്കിലും നമുക്ക് തിരയണം എന്ന് പറയുമ്പോഴേക്കും വേലു പറഞ്ഞിട്ട്, എന്നാലും അവൻ എത്ര പാവങ്ങളുടെ ജീവനാ സാറേ എടുത്തത്. അതെ, കാട്ടിൽ വന്ന് നിങ്ങളുടെ മൂപ്പന്റെ ജീവൻ എടുത്ത് അമലുവിനെ തകർത്തു, നിങ്ങളുടെ മൂപ്പന്റെ ഭാര്യനെ തകർത്തു, നിന്നെ തകർത്തു, ഇവിടെ ആണെങ്കിൽ കല്യാണിയുടെ അമ്മേനെ കൊന്നു. അതുപോലെ തന്നെ അതെ, അവന്റെ അച്ഛനെ മരിക്കാൻ കാരണം പോലും അവൻ തന്നെയാണ്. അവന്റെ അച്ഛന്റെ ആത്മാവ് പോലും ഇപ്പൊ പറയുന്നുണ്ടാവും അവൻ മരിക്കാനായിട്ട്. അയാൾ പോലും ആഗ്രഹിക്കുന്നുണ്ടാവും അവനൊന്ന് മരിച്ചു കാണാനായിട്ട് എന്ന് പറയാണ്. അപ്പൊ വേലു പറയണ്ട്, സാറേ ഇന്ന് സാർ അന്വേഷിക്കാൻ പോകുമ്പോൾ ഞാൻ സാറിന്റെ കൂടെ വരാം. കഴിഞ്ഞ പ്രാവശ്യം സാറിനെ അന്വേഷിക്കാൻ പോയപ്പോഴേക്കും ബൈജു ചേട്ടനല്ലേ കൂടെ വന്നത്. ചേട്ടൻ വന്നത് കൊണ്ടിട്ടായിരിക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഞാൻ കൂടെ വരാം സാറേ, സാറിനെ കഴിയാൻ പറ്റാത്തത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാണ്. എടാ കൈനാശം വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല സംഭവങ്ങൾ, അതുകൊണ്ടാ. എന്നാൽ എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അവനെ കൈ കിട്ടിയപ്പോഴൊക്കെ വിട്ടുകളഞ്ഞു. ഇനി എന്തായാലും അത് ഉണ്ടാവില്ല. ഞാനുണ്ട് സാറേ കൂടെ. മലദേവങ്ങൾ ഞങ്ങളെ കൈവിടില്ല സാറേ എന്നൊക്കെ പറയാണ്. പിന്നെ ഇപ്പൊ അമലു പറയണതേ, നമ്മള് കാരണമാണോ ഈ വിവാഹം മുടങ്ങിയത്, നമ്മൾ വന്നത് കാരണമാണോ വിവാഹം മുടങ്ങിയത് എന്നൊക്കെ ചിന്തയാ അവൾക്ക്. പക്ഷെ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ വിചാരിക്കണത്? ദേ എല്ലാത്തിനും കാരണക്കാരൻ ആരാന്ന് അറിയാലോ അല്ലേ? അവന്റെ മരണം കണ്ടാൽ മാത്രമേ ഇനി സമാധാനം ഉണ്ടാവുള്ളൂ. അവൻ മരിച്ചാൽ മാത്രമേ കാർത്തികക്കും ദിലീപിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ദിലീപ് വിവാഹത്തിൽ നിന്ന് പിന്മാറോന്ന് അറിയില്ല. അവന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. നേരത്തെ തന്നെ വിവാഹം താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇതുകൂടി ആയപ്പോഴേക്കും അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ കിരൺ പറഞ്ഞുകൊണ്ടിരിക്കെ രതീഷ് അവിടേക്ക് വരുന്നുണ്ട്. ദേ രതീഷ് വന്നല്ലോ. രതീഷ് എന്തായി? അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഒന്നും പറയണ്ട സാറേ, അച്ഛനോട് വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ അവിടെ ബോധം കെട്ടി വീണു. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ICUലാണ്. ഹരിയേട്ടനും അതുപോലെ തന്നെ ബൈജും ICUലുണ്ട്. അയ്യോ, 2-3 അറ്റാക്ക് ഒക്കെ വന്ന ആളാണ്. എടാ സീരിയസ് ആണോടാ? കുഴപ്പമൊന്നുമില്ല സാറേ, അപകടാവസ്ഥ തരണം ചെയ്തു ഡോക്ടർ പറഞ്ഞത്. അല്ല നീ പറഞ്ഞില്ലേ കല്യാണം നടക്കുമായിരിക്കും എന്ന് പറഞ്ഞില്ലേ? അതിന് മുമ്പേ ആള് വീണല്ലോ. ഞാൻ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞോളൂ, അപ്പൊ തന്നെ വീണു. പിന്നെ ഞാൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ബോധം വന്ന ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും എന്ന് പറയാണ്. കല്യാണം നടക്കുമെന്ന് പറഞ്ഞോളൂ. പിന്നെ ആ സംഭവം ഇപ്പൊ ഇവിടത്തെ ആർക്കും പറയണ്ട, എല്ലാരും വല്ലാത്ത ഷോക്കിലാണ്. ഇനിയിപ്പൊ അച്ഛനെ വയ്യെന്ന് പറഞ്ഞാൽ കല്യാണിക്കും കാർത്തികക്കും കാദംബരിക്കും പിന്നെ അത് മതി. അച്ഛനെ വിഷമം സഹിക്കാനാവാതെ അമ്പലനടിയിൽ അവിടെ ഇരിക്കുകയാണ്. പിന്നെ
അതുകൊണ്ട് അച്ഛൻ വരാത്തത്, പിന്നെ കാർത്തികിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ശരി സാറേ, അങ്ങനെ തന്നെ പറഞ്ഞോളാം. ഞാൻ എന്തായാലും കല്യാണത്തെ ഈ വിവരം പറഞ്ഞിട്ട് വരാം. അച്ഛൻ അമ്പലത്തിലാന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് പിന്നെ വിഷമിക്കാൻ പിന്നെ വേറൊരു കാരണം വേണ്ട, ഞാൻ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരൺ അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ അകത്തേക്ക് പോകുമ്പോ തന്നെ കല്യാണി ചോദിക്കണ്ട, ആ കിരണേട്ടൻ വന്നോ, അച്ഛനോട് പറഞ്ഞോ കല്യാണത്തിന്റെ കാര്യം? പറഞ്ഞു. അച്ഛനെ വല്ലാത്ത വിഷമമായി കല്യാണി. അമ്പലത്തിലേക്ക് പോയിരിക്കുക. അയ്യോ, അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് എന്തിനാ കിരണേട്ട വിട്ടത്? അച്ഛന് സുഖമില്ലാത്തെന്ന് അറിയാലോ. ഒറ്റയ്ക്കല്ല, ഹരിയേട്ടനും ബൈജു ഒക്കെ കൂടെ തന്നെയുണ്ട്. കല്യാണി, ഇന്ന് അച്ഛന് ബുദ്ധിമുട്ടുണ്ട്, ഒരു ദിവസം വേണമെങ്കിൽ അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ. പിന്നെ കാർത്തികിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. അച്ഛൻ ഇപ്പൊ അങ്ങനെയാണല്ലോ, വിഷമം വന്ന അമ്പലത്തിലാണല്ലോ പോകുന്നത്. അത് ശരിയാക്കിയാണ് കേട്ടാ. എന്നാലും അച്ഛൻ ഒറ്റയ്ക്ക് അങ്ങനെ അധികം നേരം അവിടെ നിർത്തട്ടെ കേട്ടോ, പെട്ടെന്ന് കൊണ്ടുപോവാ. നീ വിവരം എന്തായാലും കാർത്തികടുത്തും കാദംബരിടുത്തും കൂടി പറ. അവരും അച്ഛനെ ഇനിയിപ്പൊ അന്വേഷിക്കുമല്ലോ, ഞാൻ പറഞ്ഞോളാം കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അമലു അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഇവര് സംസാരിക്കാൻ അമലു തിരിച്ചു പോവുകയാണ്. അമലു, നീ എന്തിനാ തിരിച്ചു പോകുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ കിരൺ വിളിക്കുകയാണ്. അപ്പൊ അമലു പറയണ്ട്, കിരൺ സാറേ ഞങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അതെന്തിനാ പോകുന്നത്? കല്യാണം നടക്കില്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ, കല്യാണം നടക്കും, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോ കിരൺ പറയുന്നുണ്ട് കല്യാണി അടുത്ത്, കല്യാണി അമലും ഇപ്പൊ വേലും ഒക്കെ എന്താ പറയണെന്ന് അറിയാവോ? അവര് വന്നത് കൊണ്ടാണോ ഈ കല്യാണം മുടങ്ങിയെന്ന്? എന്തിനാ അമലു ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്? നിങ്ങൾ വന്നത് കൊണ്ടല്ലോ. ആ ഗംഗപ്രസാദ് അവൻ ജീവനോടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. നോക്ക്, കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി. അമ്മേനെ വിളിച്ചിരുന്നു നീ? അമ്മേനെ വിളിച്ചിരുന്നു. അങ്ങോട്ട് വരാൻ എന്തെങ്കിലും അമ്മ പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ കിരൺ പറയണ്ട്, അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾ എന്തായാലും പോവണ്ട എന്ന് പറയാണ് കല്യാണി. ഞാൻ എന്നാ പോയിട്ട് വരാം. ശരി കിരണേട്ടാ, സൂക്ഷിക്കണേ. ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചിരിക്കും കല്യാണി. അമലു പറയുന്നുണ്ട്, എന്നാ ഞാനും കൂടി വന്നോട്ടെ? വേണ്ട അമലു, നീ ഇവിടെ കൂടെ നിന്നോ, ഞാൻ എന്റെ കൂടെ വേലുണ്ട്, പിന്നെ രതീഷ് ഉണ്ട്, ഞങ്ങൾ 3 പേരും മതി. ഞാൻ പോയിട്ട് വിവരങ്ങൾ അറിയിക്കാം. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം കിരൺ രതീഷിനോടും വേലിനോടും പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ ദിലീപിന്റെ വീട് പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്, അവൻ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കുന്ന ഒരുത്തനാണ്. അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞോളും, നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാന്ന് പറയുമ്പോ തന്നെ കിരണിന്റെ ഫോൺ ബെല്ലടിക്കാട്ടോ. ദിലീപാ വിളിക്കണത് ഇത് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കുന്നുണ്ട്. ആസ്പത്രി രതീഷ് വേണ്ടി, ഈശ്വര എന്തിനാണോ വിളിക്കണത്? കിരൺ പറയുന്നുണ്ട്, ഇനിയിപ്പോ കല്യാണം നടക്കില്ലെന്ന് പറയാനാണെങ്കിലും തിരിച്ചൊന്നും പറയണ്ടടാ, അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ, ഞാൻ എന്തായാലും ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കാണ്. ഹലോ, ദിലീപേ, പറ, ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടാൻ വരുമായിരുന്നു. ആ പരിസരത്ത് എവിടെയെങ്കിലും ഗംഗപ്രസാദ് ഉണ്ടോന്ന് അറിയാനേ. ആണോ, ഇങ്ങോട്ടേക്ക് വരുവാണോ? അതെ, എങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് കാണാം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവാണ്. അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. ദിലീപിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാ പറയണത്. രതീഷ് ചോദിക്കണ്ട്, എന്താ സാറേ നേരിട്ട് കണ്ടിപ്പോ സംസാരിക്കണമെന്ന് പറയണത്? അറിയില്ലടാ, ഇനി കല്യാണം വേണ്ടെന്ന് വെക്കാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ രതീഷ് പറയണ്ട, അയ്യോ ദിലീപ് പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടത്തുമെന്നല്ലേ? അതെ, പക്ഷെ അവന്റെ അമ്മയുടെ കണ്ണീരിന് ഇനിയിപ്പോ അവന്റെ മനസ്സ് പതറിയോന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സാരമൊന്നുമില്ല, എന്ത് പറയാനാ, അവന്റെ അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അവർക്ക് ആകെ ദിലീപ് മാത്രല്ലേ ഉള്ളൂ. വേലു ചോദിക്കണ്ട്, കല്യാണം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ ആകെ വിഷമവുമല്ലോ, ഈ വീട് ഇപ്പൊ തന്നെ മരണ വീട് പോലെ ആയി സാറേ. അതെ, ഞാനും അത് ആലോചിക്കണത്, എത്ര പെട്ടെന്ന് ഇതൊരു മരണ വീട് പോലെ ആയത്. നമുക്ക് ഏതായാലും അവിടം വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് അവര് നേരെ കാർ എടുത്തിട്ട് നേരെ ദിലീപിന്റെ അടുത്തേക്ക് പോവാണ്. ദിലീപ് റോഡ് സൈഡ് തന്നെ ഇവരെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ദിലീപിനെ കാണുമ്പോ കിരൺ ചോദിക്കണ്ട്, എന്താ ദിലീപെ കാണണോന്ന് പറഞ്ഞത്? കാർത്തിക എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കാർത്തികനെ വിളിച്ചിരുന്നു രാവിലെ, കാർത്തികയുടെ അമ്മയുടെ സംസാരിച്ചു, എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം മുടക്കരുത്, മുടങ്ങില്ല എന്നൊക്കെ ആത്മവിശ്വാസം കൊടുത്തു. ആണോ? ദിലീപ് ഇത് പറയാൻ വേണ്ടിട്ടാണോ ഞങ്ങളടുത്ത് കാണണമെന്ന് പറഞ്ഞത്? പിന്നല്ലാതെ ഈ കല്യാണം മുടങ്ങാൻ പാടില്ല കിരണെ, എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടന്നിരിക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും കിരൺ പറയുന്നത്, ഞങ്ങൾ ആകെ പേടിച്ചു പോയി, ഇനി വിവാഹം വേണ്ടെന്ന് വെക്കാനാണോ ദിലീപ് പറഞ്ഞതെന്ന് ഓർത്തിട്ട്. ഒരിക്കലും ഞാനായിട്ട് അങ്ങനെ പറയില്ല, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. നോക്ക്, അച്ഛന്റെ സഞ്ജയനം ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് ചടങ്ങ് നടത്താം എന്ന് പറയാണ്. ദിലീപിനെ വേഗം തന്നെ കിരൺ കെട്ടിപ്പിടിക്കാട്ടോ. കാർത്തികയുടെ ഭാഗ്യാണ് ദിലീപിനെ പോലത്തെ ഒരാള്. അല്ല, ഞങ്ങൾ ഗംഗപ്രസാദിനെ അന്വേഷിക്കാൻ വേണ്ടി പോവുമായിരുന്നു, എന്നാൽ ഞാനും വന്നോട്ടെ? വേണ്ട ദിലീപേ, ഇപ്പൊ വീട്ടില് അമ്മയുടെ കൂടെ ദിലീപ് ഉണ്ടായിരിക്കണം, അമ്മ ആകെ വിഷമിച്ചിരിക്കല്ലേ, അമ്മയുടെ കൂടെ തന്നെ നിക്ക്, ഞങ്ങളൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാണ്. കിരണും രതീഷും നമ്മുടെ വേലും കൂടി ചേർന്നിട്ട് ദിലീപ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങുന്ന സമയത്ത് കിരൺ പറയുന്നത്, നമുക്ക് ആദ്യം പോകേണ്ടത് ആ കടയിലേക്കാണ്, അവൻ ഇല മേടിച്ച കടയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കടയിലേക്ക് പോവാട്ടോ. അപ്പൊ കടയിൽ ആ ചേട്ടൻ എടുത്ത് ചോദിക്കണ്ടേ, ചേട്ടാ ഇവിടെ നിന്നല്ലേ ഇവിടെ അടുത്തൊരു വാസുവിന്റെ മോന്റെ കട നടന്നപ്പോ ഇവിടെ നിന്നല്ലേ ഒരാള് ഇല മേടിച്ചു പോയത്? അതെ സാറേ. അല്ല, സാറുമാരൊക്കെ ആരാ? ഞങ്ങൾ പോലീസിൽ നിന്ന്. അതിന് രതീഷ് പറഞ്ഞു, ഓ അതെയോ, ഇവിടെ കുറെ പോലീസുകാരെ അന്വേഷിച്ചായിരുന്നു, ഇവിടുന്ന് ഇല മേടിച്ചവനാണ് മരണം ചെയ്തെന്ന് അറിഞ്ഞപ്പോഴേക്കും, കൊലപ്പെടുത്തി
കൊടുത്തി എന്ന് പറഞ്ഞപ്പോൾ വിഷമിച്ചു പോയി സാറേ. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവനിവിടെ വന്ന് ഇല മേടിച്ചത്, പിന്നെ പൈസ തിരിച്ചു തരികയും ചെയ്തു. അപ്പൊ ഞങ്ങൾ ആരും സംശയിക്കില്ലല്ലോ. ചേട്ടാ അതിനുശേഷം അവനിവിടെ വന്നിരുന്നോ? ഇല്ല, അതിനുശേഷം വന്നിട്ടൊന്നും ഇല്ല എന്ന് പറയാണ്. ഹോ, ആ വീട്ടുകാരുടെ ഒരു സങ്കടം. ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക വിവാഹം വേണ്ട വേണ്ടെന്ന്. സത്യം പറയാലോ, ആ വീടായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, മുമ്പ് തൊട്ടേ ഉള്ള ബന്ധമാണ്. അതുകൊണ്ട് ആ വീട്ടുകാരി ഇപ്പൊ ആ ബന്ധം ആ ചെക്കാണെങ്കിൽ ആ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എന്ത് പറയാനാ സാറേ, ആ വീട്ടിലെ ആൾക്കാരുടെ സങ്കടം കണ്ട സഹിക്കാൻ പറ്റില്ല. അവര് 3 പേരുള്ളെങ്കിൽ ഇത് സന്തോഷത്തോടിരുന്ന കുടുംബമാണെന്ന് അറിയാവോ അത് എന്നൊക്കെ പറയാണ്. അപ്പൊ കിരൺ ചോദിക്കണ്ടേ, അല്ല ഇവിടുന്ന് ഇല മേടിച്ചിട്ട് അവർ തൊട്ടടുത്ത് വേറെ എവിടെയെങ്കിലും കടയിൽ പോയിരുന്നോ? അതിനെക്കുറിച്ച് അറിയില്ല സാറേ. അന്ന് ഇവിടുന്ന് ഇല മേടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. പിന്നീട് പൈസ കൊണ്ട് തരുകയും ചെയ്തു. അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ ഇത് ഗംഗപ്രസാദ് ആണെന്നും ഇതൊരു കൊലയാളിയാണെന്നൊന്നും. അവൻ വേഷം മാറിയിട്ടല്ലേ വന്നത്. ശരി, എങ്കിൽ ഞങ്ങള് അന്വേഷിച്ചിട്ട് പിന്നീട് വരാം. അന്വേഷിക്കാൻ വേണ്ടി ചിലപ്പോ ഇനി വരുമായിരിക്കും. ഓ ശരി, ആയിക്കോട്ടെ സാറേ എന്നൊക്കെ കടക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ കിരണും രതീഷും ബൈജുവും കൂടി പോണ സമയത്ത് കടക്കാരൻ പറയണ്ടേ, എന്തൊക്കെ വന്നാലും അവൻ കൊല്ലണം സാറേ, അവൻ മരിക്കണം, എങ്കിലേ മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് കടക്കാരൻ പറയുമ്പോ കിരൺ പറയണ്ടു അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് കിരണും പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.